പാലക്കാട്ട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തെയും ചെന്നിത്തല ന്യായീകരിക്കുകയാണ്. പ്രതിഷേധമുള്ളവർ പ്രമേയം പാസാക്കട്ടെ എന്നാണ് രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. സാധാരണക്കാരായ പ്രവർത്തകരായതിനാലാണ് മാധ്യമങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ ബഹളമുണ്ടാക്കിയതെന്നും ചെന്നിത്തല. അവിടെ മാധ്യമങ്ങൾ വന്നു എന്നോട് കുറേ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കില്ല, അഗ്രസീവായി ചോദിക്കുമല്ലോ. അപ്പോൾ ഇത് കേട്ടിട്ട് പ്രവർത്തകർ ആൾക്കറിയില്ലോ, ഗ്രാമത്തിലെ പ്രവർത്തകർ അവർ കയറി ചൂടാകുകയാണ്. നിങ്ങളെന്താ ശബരിമല ചോദിക്കാത്തത്? നിങ്ങളെന്താ സ്വർണ്ണക്കണക്കെടുത്ത് ചോദിക്കാത്തത്? എന്താ ചൂട്? ഞാൻ സമാധാനം, സാധാരണ പ്രവർത്തകർക്കൊന്നും അറിയില്ലല്ലോ. ചോദ്യം ചോദിച്ചാൽ മറുപടി അങ്ങനെ അറിയില്ല അവർക്ക്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ കൈ കാണിച്ച് നിർത്തുകയാണ്. നിങ്ങൾ പ്രമേയം പാസ്സാക്കി. വെരി ഗുഡ്. അമൽ തേനമറമ്പിൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അമൽ, എങ്ങനെയാണ് ഈ നേതാക്കൾക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ ലഘൂകരിക്കാനാകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചെന്നിത്തലയുടെ പ്രതികരണം. KC വേണുഗോപാൽ ആണെങ്കിൽ ആദ്യ പരാതി വന്നിട്ട് 24 മണിക്കൂറായിട്ടില്ലല്ലോ രണ്ടാമത്തെ പരാതി വന്നിട്ട് എന്ന് ചോദിക്കുന്നത്. പാർട്ടിക്ക് സിസ്റ്റം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നത് ഇന്ന് ഈ സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായ പൊട്ടിമുളച്ചു വന്നിട്ടുള്ള പരാതിയോ അല്ലെങ്കിൽ അതിന് മുൻപ് ഒരു ആരോപണമോ ഇല്ലാത്തൊരു മനുഷ്യനെതിരെയല്ല ഈ പരാതികളൊന്നും വരുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇനിയും ഒരു കാലതാമസം ഉണ്ടാകുന്നത്? ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ ആകെ ഇങ്ങനെ ഇരുട്ടിൽ നിർത്തുന്ന അവസ്ഥയിലേക്ക് ഒരാൾ എത്തി നിൽക്കുമ്പോഴും എന്തായിരിക്കാം ഒരു കർക്കശമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ പാർട്ടിക്ക് ഇത്ര താമസം? തമ്മിൽ കൂടിയാലോചനകൾ കൃത്യമായി നടക്കുന്നുണ്ട്. ഒരു സംവിധാനത്തിനപ്പുറത്തേക്ക് ഒരു നേതാവ് മാത്രമായി തീരുമാനമെടുത്താൽ അത് വലിയ വിമർശനത്തിന് വഴിവെക്കും. അതിനാൽ തന്നെ സംസ്ഥാന നേതൃത്വത്തിലെ മുഴുവൻ നേതാക്കളുമായും പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളുമായും ആലോചിച്ച് ആ തീരുമാനം ഉണ്ടാകണമെന്നുള്ളതാണ് AICC അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആലോചനകളാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ട് നടത്തിയത്. അങ്ങനെ രാഹുലിനെതിരെ ശക്തമായ നടപടി പുറത്താക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, ഒരു ധാരണയിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിയതാണ്. അപ്പോഴാണ് പക്ഷേ കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞിട്ട് മതി എന്ന നിലപാടുമായി ഒരു വിഭാഗം രംഗത്തെത്തിയത്. ഏകപക്ഷീയമായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, അതും രണ്ടാമത് വന്ന പേര് പോലും വെളിപ്പെടുത്താത്ത ഒരു പരാതിയുടെ പേരിൽ രാഹുൽ ഒരു MLA-ക്കെതിരെ നടപടി എടുത്താൽ കോടതിയിൽ നിന്നും രാഹുലിന് ഏതെങ്കിലും തരത്തിൽ അനുകൂലമായൊരു വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേതൃത്വത്തിനെതിരെയുള്ള വിമർശനത്തിന് കാരണമാകും എന്നുള്ളതാണ് ഈ ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അത് പാർട്ടി കണക്കിലെടുക്കുകയാണ്. അതുകൂടി കണക്കിലെടുത്താണ് കോടതിയിൽ നിന്നും ഒരു തീരുമാനം വരട്ടെ. ഈ ജാമ്യം നൽകുന്നില്ല എന്ന് കോടതി പറയുകയാണ് എങ്കിൽ രാഹുലിനെ പുറത്താക്കാം, അല്ല എങ്കിൽ രാഹുലിനെ പുറത്താക്കുന്ന നടപടിയിൽ രണ്ടാമതൊരു ആലോചന കൂടി ഉണ്ടാകാം എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. തിടുക്കപ്പെട്ട് പുറത്താക്കിയാൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന നേതാക്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, രാഹുലിനെ പുറത്താക്കിയ ശേഷം രാഹുലിന് ജാമ്യം നൽകിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായും അത് പാർട്ടിയിൽ വലിയ തോതിലുള്ള പ്രശ്നത്തിന് വഴിവെക്കും. രാഹുലിന് വലിയ തോതിലുള്ള പിന്തുണ പാലക്കാട് നിന്നും ലഭിക്കുന്നുണ്ട്. അത് ഈ രണ്ടാമത്തെ കേസ് വരുമ്പോഴും ആദ്യത്തെ കേസ് വരുമ്പോഴും എല്ലാം പാലക്കാടത്തെ DCC നേതൃത്വവും അതോടൊപ്പം തന്നെ VK ശ്രീകണ്ഠൻ അടക്കമുള്ളവരും വലിയ പിന്തുണ രാഹുലിന് നൽകുന്നുണ്ട്. അടൂർ പ്രകാശിന്റെ പരസ്യമായ പിന്തുണ നമ്മൾ കണ്ടതാണ്. അങ്ങനെ രണ്ട് ചേരിയായി നിൽക്കുകയാണ്, രണ്ട് അഭിപ്രായമാണ് പാർട്ടിക്കുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെ പിന്തുണച്ചതുപോലെ ഇന്ന് അടൂർ പ്രകാശ് പിന്തുണയ്ക്കാൻ തയ്യാറായില്ല. കാരണം രണ്ടാമത്തെ പരാതി കൂടി ഉണ്ട് എന്നുള്ള ഗൗരവമുള്ള ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു നിലപാട് മയപ്പെടലിലേക്ക് പോയത്. പക്ഷേ രാഹുലിനെതിരെ നടപടി വേണം എന്നുള്ളതാണ് രാഷ്ട്രീയകാര്യ സമിതിയിലെ അംഗങ്ങൾ അടക്കമുള്ളവരിലെ ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം. അതിനാൽ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു തീരുമാനമുണ്ടായാൽ അതിന് തൊട്ടപ്പുറേ രാഹുലിനെ പുറത്താക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം പ്രഖ്യാപിക്കാനാണ് നിലവിൽ നേതാക്കൾക്കിടയിൽ ഉണ്ടായ ധാരണ. പക്ഷേ എന്തായാലും ഇന്ന് തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ശരി, എന്തായാലും ഇന്നൊരു തീരുമാനമില്ല. നാളെ തുടർവാദം നാളെ കോടതിയിൽ നടക്കുകയാണ്. അതിനുശേഷം രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം കൈവിടണോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാവുന്നത്. ആ തരത്തിൽ തന്നെയാണ് നേതാക്കളുടെയൊക്കെ പ്രതികരണം.